ടോക്കിയോ കളെന്ന ആനിമി സീരീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് അതിന്റെ 3ാമത്തെ എപ്പിസോഡിലാണ്. ആദ്യത്തെ 2 എപ്പിസോഡ് കാണാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലിൽ കയറി നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ കമന്റ്സ് ആണ് ശരിക്കും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. നമ്മൾ 10K അടുത്തെത്തിയിട്ടുണ്ട്. സോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഒരു ഡോക്ടറിനെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഒരു പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അയാളെ പുറത്തേക്ക് വിടുകയാണ് ആ ഡോക്ടർ. പക്ഷെ ആ പേഷ്യന്റ് പോയി ഡോർ തുറക്കുമ്പോഴത്തേക്കും അയാൾ തെറിച്ച് വന്നിട്ട് ഭയങ്കര പരിക്കുകളോടെ അവിടെ വന്ന് വീഴാണ്. ആ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് വേറൊരു പുള്ളി വരാണ്. ആ പുള്ളിന്റെ പേരാണ് യമോരി. നീ അന്ന് എനിക്ക് തന്ന കളിപ്പാട്ടത്തിന്റെ കാലാവധി കഴിഞ്ഞു, നീ തന്നെ അതിനൊരു റീപ്ലേസ്മെന്റ് കണ്ടെത്തി തരണം എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ആ വന്ന പുള്ളി തിരിച്ചു പോവാണ്. അങ്ങനെ അവർ തിരിച്ചു പോകുന്ന സമയത്ത് വേറെ രണ്ടുപേരെ കാണിക്കുന്നുണ്ട്, ഒരു ചെറിയ കുട്ടിയും അതുപോലെ തന്നെ ഒരു പെണ്ണും. അടുത്ത ഷോട്ടിൽ നമ്മുടെ കാനഗീനെയാണ് കാണിക്കുന്നത്. അവനിപ്പോ ഉള്ളത് ആ ഒരു അപ്പച്ചന്റെ കൂട്ടത്തിൽ തന്നെ, അവന്റെ ആ ഒരു വീട്ടിൽ തന്നെയാണ്. നമ്മുടെ അപ്പച്ചനാണെങ്കിൽ ഇവന് ചായ ഒക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നീ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ഈ പുറത്തുനിന്ന് കാണുന്ന പോലെ ഒരു സാധാരണ കോഫി ഷോപ്പ് അല്ല. 20th വാർഡിലുള്ള ഗോൾസിന് വേണ്ടിയിട്ട് പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള ഒരു സ്ഥലമാണിത്. അപ്പൊ നിങ്ങളിവിടെ ഹ്യൂമാൻസിനും സെർവ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? മനുഷ്യരെ പറ്റി അധികം പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ മനുഷ്യര് ഞങ്ങൾക്ക് നടക്കുന്ന ഒരു പുസ്തകം പോലെയാണ്. അതിലും കൂടുതൽ എനിക്ക് മനുഷ്യരെ വളരെ ഇഷ്ടമാണ്. ഇങ്ങനെ നമ്മുടെ അപ്പച്ചൻ കാനകിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കാനകിയാണെങ്കിൽ താഴത്തേക്ക് ഇറങ്ങി പോവാണ്, നമ്മുടെ ഹീരയും ടോക്കയോ ഒക്കെ ഉള്ള സ്ഥലത്തേക്ക്. ഇവർക്കൊരു ആക്സിഡന്റ് പറ്റി അതിൽ നിന്നും ടോക്കയാണ് ഇവർ രണ്ടുപേരെയും കാണുന്നത്. അങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ചികിത്സിച്ചു. ആ രീതിക്കാണ് ഹീരേന്റെ അടുത്ത് ടോക്ക പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഹീര ആണെങ്കിൽ ഇവരുടെ അടുത്ത് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവാൻ നിൽക്കുകയാണ്. അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഹീരയുടെ പോയി കഴിഞ്ഞിട്ട് കാനകി നമ്മുടെ ഈ ഗോൾ സിറ്റുവേഷനെ പറ്റിയിട്ട് ഒരിക്കലും ഹീര അറിയാൻ പാടില്ല. അവൻ അറിഞ്ഞാല് പിന്നെ അവൻ ജീവനോടെ ഉണ്ടാവില്ല, ഞാൻ അവനെ കൊല്ലും. അതുകൊണ്ട് നീ നിന്റെ വാ അടച്ചു വെച്ചോ, അതാ നിനക്ക് നല്ലത്. അങ്ങനെ ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അവിടേക്ക് വേറെ 2 ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ ഈ എപ്പിസോഡിന്റെ തുടക്കത്തില് ഒരു കുട്ടീനെയും ഒരാളെയും കണ്ടിട്ടുണ്ടാവും. അവർ രണ്ടുപേരാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ആ കുട്ടീന്റെ പേര് ഹീനമീന്നും അതുപോലെ തന്നെ ആ വലിയ ആളുടെ പേര് ര്യോക്കോ എന്നുമാണ്. പുള്ളിക്കാരത്തി വന്നിട്ട് നമ്മുടെ അപ്പച്ചനൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അകത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പറഞ്ഞു വിടാണ് നമ്മുടെ ടോക്ക. ആ അപ്പച്ചന്റെ പേര് യോഷിമുറ എന്നാട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ഹീനമീനെ കാണുന്ന സമയത്ത് എന്തോ പേടിച്ചിരിക്കുന്ന പോലത്തെ ഒരു ലുക്കിലാണ് അവളെ കാണിക്കുന്നത്. അങ്ങനെ അവര് മേളിലേക്ക് കയറി പോവാണ്. ടോക്ക, അവർ രണ്ടുപേരും ഗോൾസ് ആണ് അല്ലേ, ഇനി നമ്മളാണ് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ പോകുന്നത്. അതെന്തേ? ഈ ഗുഡ് ഫോർ നത്തിങ് ആയ നിന്നോട് ഇതെല്ലാം ഞാൻ എന്തിനു പറയണം? അത് പോട്ടെ, നിന്നോട് മാനേജർ എന്തെങ്കിലും പറഞ്ഞായിരുന്നു സ്യൂട്ട് കേസ് വെച്ച് നടക്കുന്നവരെ പറ്റിയിട്ട്? അതിനുശേഷം ആ സ്യൂട്ട് കേസും കൊണ്ട് നടക്കുന്ന ആൾക്കാരെയാണ് കാണിക്കുന്നത്. ഇവര് ബേസിക്കലി ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോൾസിനെ എല്ലാം ഹണ്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അഥവാ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിനെ കണ്ടുപിടിച്ച് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം ജനതയാണ് ഇവര്. ഇവര് ബേസിക്കലി ഒരു പോലീസൊക്കെ പോലെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇവരങ്ങനെ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ആമോൺ കോദറോ, ഞാനൊരു ഫസ്റ്റ് ക്ലാസ് ഇൻവെസ്റ്റിഗേറ്റർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 3 മാസം മുമ്പ് നടന്നിട്ടുള്ള ആ ഒരു സംഭവത്തെ പറ്റിയിട്ട്. അതായത് 13th വാർഡിലുള്ള ജെയ്സോൺ 20th വാർഡിലുള്ള ഒരു ബെഞ്ചീറ്റർ അല്ലെങ്കിൽ ഒരു എസ്-റേറ്റഡ് ഗോളുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന ദിവസം. അന്ന് അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു തെളിവാണിത്. അതെന്താണെന്ന് ഞങ്ങൾക്ക് ശരിക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എന്തോ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു സംഭവത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ജെയ്സന്റെ പ്ലാൻ എന്താണെന്ന് എനിക്കറിയില്ല, അത് ഇപ്പോഴും അൺനോൺ ആണ്. പക്ഷെ 20th വാർഡിൽ എന്തോ ഗോൾസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയി ഇവൻ ഇത്രയൊക്കെ കണ്ടുപിടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഹേയ് മാഡോ, ഇവൻ എങ്ങനെയുണ്ട്? ചെക്കൻ എങ്ങനെയുണ്ട്? നിനക്ക് നിന്റെ ടോയ്സിന്റെ കൂടെ കളിക്കാൻ ഇവൻ ആവശ്യത്തിലേറെ സമയം തരുന്നില്ലേ? അങ്ങനെ ഈ വെള്ളമുടിയുള്ള ചെങ്ങായിക്ക് കുറച്ച് ഹൈപ്പ് കൊടുക്കുന്നുണ്ട് അവിടുന്ന്. ഇവരുടെ ഈ ഓർഗനൈസേഷന്റെ പേരാണ് CCG. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മുടെ കാൻകിനെയും ആ ഒരു അപ്പൂപ്പനെയുമാണ് കാണിക്കുന്നത്. ബേസിക്കലി ഇപ്പൊ ആ അപ്പൂപ്പൻ അവനെ എങ്ങനെയാണ് മനുഷ്യരുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ കൊണ്ട് ആ ആഹാരം കഴിക്കാൻ പറ്റുമെന്ന് പിന്നെയും ടെസ്റ്റ് ചെയ്യാണ്. പക്ഷെ അവനെ കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. അവൻ കൊണ്ടുപോയി പിന്നെയും തുപ്പിക്കളയുവാണ്. ഇവിടെ നോക്ക്, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആ അപ്പച്ചനാണെങ്കിൽ ആ ആഹാരം എടുത്ത് തിന്നുവാണ്. ഇത് വളരെ സിമ്പിൾ ആണ്. നീ ഇത് വായിലേക്ക് ഇടുന്ന സമയത്ത് നീ ചവയ്ക്കാനോ ച്യൂയാനോ നിൽക്കാണ്ട് ഇത് വിഴുങ്ങുക. വിഴുങ്ങിയതിന് ശേഷം ഒരു 4-5 വട്ടം ച്യൂ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് ഒമിറ്റ് ചെയ്ത് കളയാൻ നീ മറക്കരുത്. കാരണം ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ നമ്മളുടെ ഗോൾസിന്റെ ബോഡിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ഹീഡന്റെ കൂടെയൊക്കെ പിന്നെയും മീൽസ് എൻജോയ് ചെയ്യാൻ സാധിക്കും. നിനക്ക് ഞാൻ വേറൊരു സാധനം കൂടി തരാം. ഇത് ചായയിലിട്ട് കുടിക്കുകയാണെങ്കിൽ നിനക്ക് കുറച്ചധികം നേരം കൂടെ വിശപ്പില്ലാണ്ടിരിക്കും. അതേ കാനകി, ഇന്ന് നിനക്ക് ലേറ്റ് നൈറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാർ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നീ പോയിട്ട് കുറച്ച് ഫുഡ് കളക്ട് ചെയ്തുകൊണ്ട് വന്നാൽ മതി. നമ്മുടെ ഗോൾസ് ആണെങ്കിൽ ഫുഡായിട്ട് കഴിക്കുന്നത് മനുഷ്യരായതുകൊണ്ട് ഇവൻ പെട്ടെന്ന് പേടിച്ചു പോവാണ്. കാരണം മനുഷ്യരെയാണല്ലോ ഇവൻ ഇനി കളക്ട് ചെയ്യാൻ വേണ്ടി പോകേണ്ടത്. ഇല്ല സാർ, എനിക്ക് ആരെയും കൊല്ലാൻ സാധിക്കില്ല, എനിക്ക് ആരെയും കൊല്ലാൻ പറ്റില്ല. നീ ആൻറ്റേക്കു എന്ന് പറഞ്ഞിട്ട് ഒരുത്തന്റെ കൂടെ പോയാൽ മതി. അവനും മനുഷ്യര് ഹേർട്ട് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത ഒരുത്തനാണ്. അങ്ങനെ നമ്മുടെ കാനകയാണെങ്കിൽ അവന്റെ കൂടെ കാറിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത്യാവശ്യം ആഴമുള്ള ഒരു കൊക്കേന്റെ സൈഡിൽ എത്തുമ്പോൾ അവൻ വണ്ടി നിർത്തുവാണ്. എന്നിട്ട് അതിന്റെ താഴത്തേക്ക് വന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ
കാൻകയാണെങ്കിൽ കൈ തെറ്റി ആ ഒരു കൊക്കയിലേക്ക് വീണു പോവാണ്. അങ്ങനെ വീണു പോകുന്ന ആ സമയത്താണെങ്കിൽ അവന്റെ ടെന്റങ്കിൾസ് തന്നെ പുറത്തു വന്ന് അവന് ജീവന് ഒരു ഹാമും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു നൈസ് ലാൻഡിങ് പോലെ ലാൻഡ് ചെയ്യുന്നുണ്ട് താഴത്ത്. അങ്ങനെ ഇവൻ നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഡെഡ് ബോഡി ഉണ്ടാവും. അപ്പോഴത്തേക്കും നമ്മുടെ ആന്റിക്കും അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. അവിടെ കിടക്കുന്ന ഡെഡ് ബോഡി എന്ന് പറയുന്നത് സ്വന്തമായിട്ടും ജീവൻ അവസാനിപ്പിച്ചിട്ടുള്ള ഒരാളാണ്, അതായത് സൂയിസൈഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. മനുഷ്യരെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ജീവൻ അവസാനിപ്പിച്ചിട്ടുള്ള ഒരു സൂയിസൈഡ് ചെയ്യപ്പെട്ട ബോഡിയാണ് അവർ കഴിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് ഒരു ഗോളിനെയാണ്. ഒരു ഇടവഴിയിൽ ഒരു ഗോളുണ്ട്. ആ ഒരു ഗോള് ഒരു മനുഷ്യനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗോളാണെങ്കിൽ തനിക്കുള്ള ബിരിയാണി കിട്ടി, ഇതാ ഇവനിപ്പൊ കഴിക്കാന്ന് പറഞ്ഞിട്ട് അവന്റെ നേരെ പോവാണ്. പക്ഷെ അവൻ ബേസിക്കലി ആ ഒരു ഗോൾ ഹണ്ടർ ആയിരുന്നു, ആ വെള്ളത്തലമുടിയൻ. അയാളാണെങ്കിൽ ഗോളിനെ അടച്ചുറക്കുകയാണ്. ഇവരിപ്പോ ഈ രണ്ട് ഇൻവെസ്റ്റിഗേറ്റേഴ്സും കൂടെ ആ ഒരു സംഭവത്തിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അവർക്ക് ആ ഒരു ക്രൈം പ്ലേസ് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു റിഞ്ച് അഥവാ ആ ഒരു വെപ്പൺ ഇത് നിനക്ക് അറിയുമോ എന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ഗോളിന് അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും അറിയത്തൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം പിന്നെയും കോഫി ഷോപ്പാണ് കാണിക്കുന്നത്. അവിടെയാണ് ഇപ്പൊ ബേസിക്കലി നമ്മുടെ കാനകി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാനകി, നിനക്കിപ്പോ മാസ്ക് കിട്ടേണ്ട സമയമായിട്ടുണ്ട്. ഈ ടോക്ക, നാളെ നിനക്ക് ഈ കാനകിനെ ഇവന്റെ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമോ? നാളെ എൻ്റെ ഓഫ് ദിവസമാണ്. അതിലും കൂടുതൽ ഇവന്റെ കൂടെ കറങ്ങാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇവനെ ഒറ്റയ്ക്ക് വിടുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു, പക്ഷെ ഇവൻ വഴിതെറ്റി പോയാലോ? നിനക്കറിയില്ലേ ആ പ്ലേസ് എത്ര ഡേഞ്ചറസ് ആണെന്ന്? അതുപോലെ ഈ 20th വാർഡിൽ കുറച്ച് ഇൻവെസ്റ്റിഗേറ്റേഴ്സും കറങ്ങി നടക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയും പ്രിപ്പയർ ആവണം. അങ്ങനെ ടോക്ക അവനെ കൊണ്ട് ആ ഒരു സ്ഥലത്തേക്ക് പോവാൻ, അല്ലെങ്കിൽ ആ മാസ്ക് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോവാൻ സമ്മതിക്കാണ്. ഹേയ് കാനകി, നാളെ 2:30 റെയിൽവേ സ്റ്റേഷനിൽ 1 മിനിറ്റ് വൈകിയാ ഞാൻ നിന്നെ കൊല്ലും. ഓ, ഞാൻ എത്തിക്കോളാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അതിന്റെ അടുത്ത ദിവസം തന്നെ ആ ഒരു മാസ്ക് ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തുവാണ്. അത് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. കുറെ രൂപങ്ങളിൽ കുറെ മാസ്ക് വെച്ചിട്ട് മാസ്ക് മാത്രം ഉണ്ടാക്കുന്ന ഒരു കടയായിരുന്നു അത്. നിങ്ങളെവിടെ? ഇവര് ആ ഒരു കടേന്റെ ഓണറിനെ തപ്പി നടക്കുകയാണ്, പക്ഷെ ആ ഓണറിനെ എവിടെയും കാണുന്നുണ്ടാവില്ല. അതിനുശേഷം നമ്മുടെ കാനകയാണെങ്കിൽ പോയി അവിടെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു ഇതിൽ നിന്ന് ആ ഒരു തുണി വലിച്ചു മാറ്റുന്ന സമയത്ത് ഈ ചെങ്ങായാണെങ്കിൽ അവിടെ നിന്ന് ചെക്കനെ പേടിപ്പിക്കാൻ നോക്കുക. ഇവൻ മറ്റേ ചിൽഗൈ വിഭാഗത്തിൽപ്പെട്ട ആരോന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഗാനകിയാണെങ്കിൽ പേടിച്ച് താഴെ വീഴുന്നവരുണ്ട്. നമ്മുടെ ഊറ്റാണെങ്കിൽ പോയിട്ട് കടയൊക്കെ അടച്ചതിന് ശേഷം ഇവന്റെ ഹെഡിന്റെ മെഷർമെന്റ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. അവിടേക്ക് പോയിരിക്കും, നിന്റെ തലേന്റെ മെഷർമെന്റ്സ് എടുക്കട്ടെ. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ ഇവന്റെ മെഷർമെന്റ്സ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവൻ എങ്ങനത്തെ വേണം, ഹാഫ് ആയിട്ടുള്ള മാസ്ക് വേണോ അതോ ഫുൾ ആയിട്ടുള്ള മാസ്ക് വേണോ, അങ്ങനത്തെ ഒരു ഡിസൈൻ ഒക്കെ ഇവൻ വരച്ചൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം അവൻ വന്നിട്ട് അവന്റെ തലേന്റെ മെഷർമെന്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ എടുക്കുന്നുണ്ട്. ഇത് എടുത്തോണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ടോക്കേനെ പറ്റിയിട്ട് അവൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ടോക്ക ഭയങ്കര അധ്വാനിക്കുന്ന, ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്, ആ രീതിക്കൊക്കെ ഇവൻ നമ്മുടെ കാനകിന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഇവര് പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ടോക്കേനോട് നമ്മുടെ കാനകി ആണെങ്കിൽ മറ്റേ ഹീനമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇനി അവൾക്ക് അവളുടെ അച്ഛനെ കാണാണ്ട് ജീവിക്കണം, മേ ബി അതുകൊണ്ടായിരിക്കും, ഞാൻ ഇതുവരെ അവൾ ഇതുപോലെ കണ്ടിട്ടില്ല. അതേ ടോക്ക, വേറൊരു കാര്യം, ഈ മാസ്ക് എന്തിനാ യൂസ് ചെയ്യുന്നത്? എടേ, ഇതുപോലെ അറിയണ്ടാണോ നീ മാസ്ക് ഉണ്ടാക്കാൻ വന്നേക്കുന്ന? ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും സാഹചര്യങ്ങളിൽ നീ ആ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന്റെ അടുത്ത് വല്ലതും പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ അവരൊരിക്കലും നിന്റെ മുഖം കാണാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ബേസിക്കലി നമ്മൾ ഈ മാസ്ക് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെയും ആ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെയാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ ഗോൾസിനെ കണ്ടുപിടിച്ച് തുരത്തിക്കൊണ്ടിരിക്കുകയാണ്, ആ ഒരു വെപ്പൺ എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. വീട്ടിലെ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആണ്. ഇവർ ഒരു വട്ടം ആ റിഞ്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ആ ഗോൾസ് പറയും കണ്ടിട്ടില്ല എന്ന്. ആ സെക്കൻഡിൽ അവന്മാരെ കൊന്നിട്ട് അവന്മാർ അടുത്ത ആളെ പിടിക്കാൻ പോകും. ഇത്തവണ മാത്രം ഒരുത്തനെ വെറുതെ വിട്ടിട്ട് ഇവന്മാർ പോകുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത ഷോട്ടിൽ പിന്നെയും നമ്മുടെ കാനകിനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ ഇപ്പം നമ്മുടെ ഹിനമിന്റെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ ചെന്ന് ഡോറ് തുറക്കുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഹിനമി അവളുടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ബേസിക്കലി നമ്മൾ ബീഫൊക്കെ കഴിക്കില്ലേ, അതുമാതിരി മനുഷ്യൻ ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ടാവും. അത് ഒരു പ്ലേറ്റ് നിർത്തി അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന കാനകി പിന്നെയും പേടിച്ചു പോകണം. ഇനി പേടിക്കൽ തന്നെ പരിപാടി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കാനകിയാണെങ്കിൽ ഒരു കപ്പ് കോഫിയൊക്കെ ഉണ്ടാക്കിയ ശേഷം അവളുടെ അടുത്തേക്ക് പിന്നെയും അവളെ കാണാൻ വേണ്ടി പോവാണ്. ഇത്തവണ അവൻ കേറിക്കോട്ടെ ചോദിച്ചിട്ടൊക്കെയാണ് കയറുന്നത്. അങ്ങനെ കയറി ചെന്നവൻ ആദ്യം തന്നെ കാണുന്നത് ആ ഒരു പ്ലേറ്റിൽ ഒരു സാധനം ഇല്ലാണ്ട് ഫോർക്കും നൈഫൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ്. അതിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് നമ്മുടെ ഹീനമി ഒരു ബുക്കും വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കാനകി കയറി ചെന്നതിന് ശേഷം ചായയൊക്കെ കൊടുത്തിട്ട് അവളോട് കുറച്ചധികം സംസാരിക്കുന്നുണ്ട്. ബേസിക്കലി അവള് വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണെങ്കിൽ ഇവൻ ഓൾറെഡി അറിയുന്ന ബുക്കായിരിക്കും. സോ ആ ബുക്കിനെ പറ്റിയിട്ടൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതും അതുപോലെ തന്നെ ചില വേർഡ്സ് അവൾക്ക് മനസ്സിലാവാത്തത് അണ്ടർസ്റ്റാൻഡ് ആക്കി കൊടുക്കുന്നതും
വെക്കുന്നതും അങ്ങനെ അവളെ ഒരു കുറച്ച് നേരത്തേക്ക് അവളുടെ ആ ഒരു ടെൻഷനും എല്ലാം റിലീഫ് ചെയ്ത് കുറച്ച് ഹാപ്പി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാനകി ശ്രമിക്കുന്നുണ്ട്. ഒരു പരിധി വരെ നമ്മുടെ കാനകിന്റെ ശ്രമം വിജയിച്ചിട്ടുമുണ്ട്. കാരണം അവളാണെങ്കിൽ അത്യാവശ്യം ഹാപ്പി ആയിട്ട് നമ്മുടെ കാനകിനോടൊക്കെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. അവളാണെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യം പഠിക്കുമ്പോഴത്തേക്കും അതൊരു വേറെ നോട്ട് ചെയ്ത് വെക്കുന്നതും അങ്ങനത്തെ ചില പരിപാടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ നോക്കിയിരിക്കുമായിരിക്കും രണ്ടുപേരും കൂടെ. നമ്മുടെ ടോക്കി ആണെങ്കിൽ ഈ മുറിന്റെ പുറത്ത് വന്നിട്ട് ഈ ഒരു കുട്ടിക്ക് സന്തോഷമാവുന്നത് അതും ഈ കാനകി കാരണം അതൊക്കെ നോക്കി നിൽക്കുന്നതായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ഗോളിനെയാണ്. ഇപ്പൊ വാർഡ് 20 ഒട്ടും സേഫ് അല്ല. ആ ഒരു ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി വാർഡ് 20 എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഇതിവര് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഇരിക്കുന്നവനെ പിന്നെയും ഒരുത്തൻ പുറകിൽ നിന്ന് അറ്റാക്ക് ചെയ്യാണ്. ഞങ്ങളില്ലേ ചൂണ്ടയിൽ ഒരു ചെറിയ മീനെ കൊടുത്തിട്ട് കടലിലിടും. ആ ഒരു കുളത്തിൽ മനസ്സിലാക്കാണ്ട് ചില വലിയ മീനുകൾ അതിൽ കയറി കൊത്തും. ഞങ്ങൾക്കാണ് ലാഭം, ആ വലിയ മീനെ ഞങ്ങൾക്ക് കിട്ടുമല്ലോ. അതിനുശേഷം വേറൊരു പുള്ളിനെയാണ് കാണിക്കുന്നത്. ആ പുള്ളിയാണെങ്കിൽ റെഡ് കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടോ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പുള്ളി എങ്ങോട്ടാണ് നടന്നു കയറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ അപ്പൂപ്പന്റെ സ്ഥലത്തേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു കോഫി ഷോപ്പിലേക്കാണ് ആ പുള്ളി നടന്നു കയറുന്നത്. അങ്ങനെ പുള്ളിന്റെ ഫേസും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇവൻ ആരാണ്, എന്താണ്, എന്തിനാണ് ആ ഇൻവെസ്റ്റിഗേഷൻസ് ഇത്ര അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്, ഇതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ അറിയാം. എന്റെ എക്സ്പ്ലനേഷന് നിങ്ങളൊരു 10ൽ എത്ര റേറ്റിംഗ് തരുമെന്ന് ജസ്റ്റ് താഴത്തൊന്ന് കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നിയർ ടു 10K ആണ്. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് 10K അടിക്കാം. സോ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് എപ്പിസോഡുമായി കാണുന്നവരെ ബൈ ബൈ.